എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചിയാണ്. പുളിയിഞ്ചി ഇല്ലാതെ എന്ത് സദ്യ അല്ലേ? കേരളത്തിലെ പരമ്പരാഗത സദ്യകളിൽ ഒഴിച്ചുകൂടാനാവാത്ത എരിവും പുളിയും മധുരവും ഒത്തുചേർന്ന ഒരു വിഭവമാണ് പുളിയിഞ്ചി. സദ്യയിൽ കിട്ടുന്ന അതേ രുചിയിൽ വീട്ടിലെങ്ങനെയാണ് പുളിയിഞ്ചി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. പുളിയിഞ്ചി ഉണ്ടാക്കാൻ പ്രധാന ചേരുവകൾ പുളിയും ഇഞ്ചിയും തന്നെയാണ്. 250 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെച്ചാൽ തൊലി കളയാൻ എളുപ്പമാകും. ഇഞ്ചി തൊലി കളഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 75 ഗ്രാം പുളിയാണ്. 3 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെച്ചതാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കുതിർന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇനി പച്ചമുളക് 4 എണ്ണം വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണിത്. ഇത് എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 4 എണ്ണമാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ എരിവില്ലാത്ത മുളകാണെങ്കിൽ 5 എണ്ണം വരെ എടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ശർക്കരയാണ്. 8 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചി ഇതുപോലെ എടുത്തിട്ട് സൈഡ് ഒന്ന് നീളത്തിൽ ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് എല്ലാം കൂടി പിടിച്ചിട്ട് അരിഞ്ഞെടുക്കാൻ എളുപ്പമാകും. അപ്പൊ ഇഞ്ചി എടുക്കുമ്പോൾ നല്ല മൂത്ത ഇഞ്ചി നോക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇഞ്ചി എല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചി ഇതാ വളരെ കനം കുറച്ച് അരിഞ്ഞിട്ട് ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുതിർത്ത പുളി നല്ലതായിട്ട് പിഴിഞ്ഞ് മുഴുവൻ സത്തും കിട്ടുന്ന രീതിയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി വറുത്തെടുക്കാനായിട്ട് ഞാൻ ഗ്യാസ് അടുപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് ഇഞ്ചി വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പുളിയിഞ്ചിക്ക് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇഞ്ചി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ല ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്. ഇഞ്ചി വറുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. ഇനി ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇഞ്ചിയുടെ കളർ നന്നായിട്ട് മാറി വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് മൊരിഞ്ഞു വരണം. ഇഞ്ചി ഇതാ നല്ല ബ്രൗൺ കളർ ആകുന്നവരെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി എണ്ണയിൽ നിന്ന് ഇത് തണുക്കാനായിട്ട് കോരി മാറ്റാം. ഇതുപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് തണുത്ത് വരും. വറുത്തെടുത്ത ഇഞ്ചി നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വറുത്തെടുത്ത ഇഞ്ചി മിക്സിയുടെ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പൊടിയാൻ മാത്രമേ പാടുള്ളൂ, അരിഞ്ഞു പോവരുത്. പൾസിലിട്ടിട്ട് 2 തവണ കറക്കി എടുത്തതാണിത്. ഇതുപോലെയാണ് വേണ്ടത്. പുളിയിഞ്ചി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതാ മൺചട്ടി ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല രുചി കിട്ടുന്നത്. ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ ഇഞ്ചി വറുത്തെടുത്ത എണ്ണ ബാക്കിയുള്ളത് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നന്നായിട്ട് വഴന്ന് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ സമയം വെച്ചാൽ കരിഞ്ഞു പോകും. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നേരത്തെ പിഴിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള പുളിവെള്ളം ഉണ്ടല്ലോ, ഒരു 2 സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മുളക് പൊടിയൊന്നും ഒട്ടും കരിഞ്ഞു പോകില്ല. അപ്പൊ ഇതൊരു ടിപ്പാണ്. ആദ്യം പുളിവെള്ളം ചേർത്ത് കൊടുത്ത ശേഷം ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു തവി കൊണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ സമയത്ത് ശർക്കര ചേർത്ത് കൊടുക്കാം.
ഞാൻ ഇതിലേക്ക് 8 ടേബിൾ സ്പൂണാണ് എടുത്തത്. അത് ഞാൻ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ അളവിൽ എടുത്തിട്ട് ഉണ്ടാക്കിയ സമയത്ത് കറക്റ്റ് ആയിരുന്നു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളിയും ഇഞ്ചിയുടെ കാരവും ശർക്കരയുടെ മധുരവും എല്ലാം കൂടി ബാലൻസ് ചെയ്ത് നിൽക്കണം. ഇനി ഇതൊന്നുകൂടി മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി എടുക്കണം. കുറുകി വരുമ്പോഴത്തേക്കിനും ഉപ്പും പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ട് കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. തുറന്ന് നോക്കാം. ഇതാ നന്നായിട്ട് തന്നെ തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി നോക്കുമ്പോഴത്തേക്ക് ഇതാ കുറച്ചുകൂടി ഒന്ന് കുറുകി വരാനുണ്ട്. മധുരവും ഉപ്പും കറക്റ്റ് ആണെന്നൊന്ന് ഈ സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ പുളിയും ഉപ്പും മധുരവും ഒക്കെ കറക്റ്റ് ആണ്. ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. പുളിയിഞ്ചി നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. ഈ സമയം ആകുമ്പോഴത്തേക്ക് നല്ല പോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഞാനിത് വറ്റിച്ചെടുത്തത്. നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിലിരിക്കും തോറും കുറുകും. ഈ ഒരു പാകത്തിലാണ് പുളിയിഞ്ചി വേണ്ടത്. ഇനി തണുത്ത് വന്ന ശേഷം ഇത് കറക്റ്റ് ആവും. പുളിയിഞ്ചി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് നല്ല രുചി കൂടുന്നത്. നല്ല തണുത്ത ശേഷം ഇത് കാണിച്ചു തരാം. പുളിയിഞ്ചി ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്ക് നമ്മളെ പുളിയിഞ്ചി നോക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ സദ്യയിലൊക്കെ കഴിക്കുന്ന അതേ പെർഫെക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. പുളിയിഞ്ചി ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം ആ പുളിയിഞ്ചിയുടെ ആ രുചിയും നല്ലൊരു സ്മെല്ലും ഉണ്ട്. സദ്യക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ 2-3 ദിവസം മുന്നേ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോൾ പുളിയിഞ്ചിക്ക് നല്ല രുചി കൂടും. പുളിയിഞ്ചി ഉണ്ടാക്കി വെച്ചിട്ട് 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കിലാണ് കുറുകി വന്നിട്ട് നല്ലൊരു കറക്റ്റ് ടേസ്റ്റ് ആവുന്നത്. നമ്മൾ ഈ പുളിയിഞ്ചി ചില്ലിന്റെ കുപ്പിയിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാൽ കുറേ നാൾ കേടുകൂടാതിരിക്കും. അതുപോലെ തന്നെ 2 ആഴ്ച പുറത്ത് വെച്ചാലും കേടൊന്നും വരില്ല. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ ഒരു രീതിയിൽ പുളിയിഞ്ചി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. പുളിയിഞ്ചി ഉണ്ടാക്കുന്ന വേറൊരു വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇതാ പുളിയിഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.